അങ്ങനെ ഞാൻ എന്താക്കി ബേ ഇട്ട ഡ്രസ്സോട് രാവിലെ വേ ഓടിപ്പോയി നോക്കിയപ്പോ എന്താ അറിയില്ല ആ വീട്ടിനെ കുറിച്ച് എന്താ പറയണ്ടേന്നുള്ളത്. ആ ഉമ്മാന്റെ അവസ്ഥയില്ലേ ഈ ദുനിയാവിൽ ഒരു ഉമ്മാക്കോ അങ്ങനത്തെ അവസ്ഥ കൊടുക്കരുത്. സത്യം കണ്ട കരഞ്ഞു പോകുന്ന അവസ്ഥ. ഓപ്പറേഷൻ ചെയ്തിട്ട് ബോഡി പാർട്സിൽ ഇങ്ങനെ ഉമ്മ കടന്നപ്പോ ഇങ്ങനെ മുഴുവനും ഇങ്ങനെ തൂങ്ങി നിന്നിട്ട് ഫുള്ള് ഇങ്ങനെ വീണ് കിടക്കുന്നു. നെല്ലുമായിട്ട് ഈ മോള് ഞാൻ ചോദിക്കുമ്പോ എല്ലാം മാപ്പിളുടെ അടുത്ത് പുറത്ത് അങ്ങനെ ഇങ്ങനെ പറയുന്നില്ല. ഇവളെ ഉമ്മാനെ തിരിഞ്ഞു നോക്കലില്ല. അതില് വരെ പുഴുവായിട്ട് ഇങ്ങനെ നെളിയുന്നു. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അഫ്നാസ് എന്ന് പറയുന്ന ഒരു സഹോദരി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച ഒരു വീഡിയോ, അവരുടെ കൂട്ടുകാരി സ്വന്തം ഉമ്മയെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ പങ്കുവെക്കുന്നത് നമ്മൾ കണ്ടു. വളരെ സങ്കടം നിറഞ്ഞ ഒരു വീഡിയോ തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ തീർച്ചയായിട്ടും കാണണം. കാരണം എന്നാലേ ഇത്തരത്തിലുള്ള പെൺകുട്ടികൾ സമൂഹത്തിലും അതുപോലെ തന്നെ കുടുംബത്തിലും ഉണ്ടായിട്ട് യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ് ഏതൊരു ഉമ്മയും ആഗ്രഹിക്കും. കാരണം എനിക്കൊരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. കാരണം എന്തെങ്കിലും സൂക്കേടോ മറ്റോ കാര്യം ഉണ്ടാവുന്ന സമയത്ത് ആൺകുട്ടികളെക്കാൾ കൂടുതൽ ശുശ്രൂഷിക്കാനും അതുപോലെ തന്നെ ഉമ്മയ്ക്കൊരു കൈത്താങ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അത് തീർച്ചയായിട്ടും പെൺകുട്ടികൾ തന്നെയാണ്. അത്തരത്തിലുള്ള പെൺകുട്ടികളാണ് നമ്മുടെ കേരളത്തിലും അതുപോലെ തന്നെ ലോകത്തും കൂടുതലായിട്ടുമുള്ളത്. എന്നാൽ ഇത്തരത്തിലുള്ള വിരലിൽ എണ്ണാവുന്ന ചില ജന്തുക്കളും നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളത് തന്നെയാണ് അഫ്നാസ് എന്ന് പറയുന്ന സഹോദരി അവരുടെ വീഡിയോയിലൂടെ നമ്മളോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അവരുടെ കൂട്ടുകാരി ഇൻസ്റ്റഗ്രാമിൽ ഒരു മെസ്സേജ് അയച്ചുകൊണ്ട് അഫ്നാസുമായി ബന്ധപ്പെട്ട് പറയുകയാണ്. കാരണം ഈ അഫ്നാസ് എന്ന് പറയുന്ന ആൾക്ക് ചെറിയ ചാറ്റുമായിട്ടൊക്കെ പ്രവർത്തിച്ച് ബന്ധമുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചാറ്റ് ചെയ്ത് പറയുന്നത്. എനിക്ക് എൻ്റെ ഉമ്മ അസുഖബാധിതയാണ്, ക്യാൻസറാണ് എന്ന് പറഞ്ഞിട്ട് അവരെ നോക്കാനൊന്നും ആളില്ല എന്ന് പറയുന്നത്. കാരണം അവരുടെ ഉമ്മ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്, ഒരു ഇൻ്റർകാസ്റ്റ് മാരേജാണ്. അതിനുശേഷം അവരെ ഉപേക്ഷിച്ച് പോവുകയായിരുന്നു. ഈ ഒരു സമയത്ത് ഓപ്പറേഷത്തിന് വേണ്ടിയിട്ട് അവരെ കയറ്റിയിരിക്കുകയാണ്. പക്ഷേ നോക്കാനോ പൈസയായിട്ടോ ഫിസിക്കലായിട്ടോ സഹായിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അഫ്നാസിനെ ബന്ധപ്പെടുന്നത്. അപ്പോൾ അഫ്നാസ് പറയുകയാണ്, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ തീർച്ചയായിട്ടും എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായവും ചെയ്തു തരാമെന്ന് അഫ്നാസ് ആ കൂട്ടുകാരിയോട് പറയുകയും ചെയ്യുന്നു. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത് എന്ന് അഫ്നാസ് തന്നെ പറയും. നമുക്കത് കേൾക്കാം. ഇങ്ങനെ ഉമ്മാന്റെ ഓപ്പറേഷന് നോക്കി ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു നീ കഴിച്ച ഇല്ല പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പൊ ഉമ്മ എന്തായാലും ഓപ്പറേഷനിലല്ലേ, ഇപ്പൊ അവിടെ ആരും വിളിക്കൂല. ഞാൻ അവിടെ നഴ്സുമാരോട് പറഞ്ഞിട്ട് ഞാൻ എന്താക്കി ഇവള് നീ കരയണ്ട വിഷമിക്കണ്ട, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഫുഡ് കാര്യങ്ങളെല്ലാം വാങ്ങിക്കൊടുത്തു. ഇങ്ങനെ ഞാൻ സംസാരിക്കണം എന്തൊക്കെയാണ് എന്നുള്ളത് കാര്യങ്ങൾ. അപ്പോൾ ഇവള് പറഞ്ഞു ഉമ്മ ഫാമിലിയും ആരും നോക്കുന്നില്ല, ഉപ്പ ഫാമിലിയും ഇല്ല, എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നിട്ട് ഇവള് കുറെ കാര്യം. ഞാൻ പറഞ്ഞു വിഷമിക്കണ്ട, ഞാൻ ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ എന്റെ കൂടെയുള്ള ആൾക്കാർ നിന്നെ സഹായിക്കും. അങ്ങനെ ഇവളെ റിപ്പോർട്ട് കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ എന്താക്കി നമ്മൾ തലശ്ശേരി CH സെന്ററിൽ ഞാൻ എന്താക്കി കോൺടാക്ട് ചെയ്തു. എനിക്ക് കണക്ഷൻസ് ഉണ്ട് അവിടെ ഉള്ള ആൾക്കാരായിട്ട്. കാരണം ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈം പീരീഡ് ഞാൻ ചാരിറ്റി ചെയ്യും. അപ്പം ഞാൻ MSF ആ ഒരു ടൈം പീരീഡ് ഞാൻ പാർട്ടി MSF അതിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായി കണക്ഷനിൽ ഞാൻ എന്താക്കി CH സെന്ററിലെ ആൾക്കാരുമായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തു. അപ്പോൾ ലീഗിലെ ഒരാളെ ഞാൻ വിളിച്ചു, ഞാൻ സംസാരിച്ചു. ഞാൻ പറഞ്ഞു ഒരു മോളേ ഉള്ളൂ, ഉമ്മാക്ക് സുഖമില്ല, ഉമ്മാക്ക് ഇതാ അവസ്ഥ, അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യണോ അറിയില്ല, സാമ്പത്തികമായിട്ടില്ല അവസ്ഥയാണ് എന്നുള്ളത് പറഞ്ഞു. അപ്പം നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ CH സെന്ററിൽ എന്നോട് പറഞ്ഞു നിങ്ങൾ പേടിക്കേണ്ട, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്തോളാം. നിങ്ങൾ ആ പേഷ്യന്റിനെ ഇവിടെ അയച്ചേക്ക്, എന്നിട്ട് ഇന്ന ആളോട് പറഞ്ഞാൽ മതി, ഇന്ന ആൾ പറഞ്ഞിട്ട് വന്നെയാണെന്ന് അവരോട് പറഞ്ഞാൽ മതി എന്നെല്ലാം ഓക്കെ സെറ്റാക്കി വെച്ചു. അപ്പോൾ ഇവർക്ക് BPL കാർഡല്ല APL കാർഡോ അങ്ങനെ എന്തോ കാർഡ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ അപ്പോൾ കാർഡ് ഇല്ലാത്തതുകൊണ്ട് സ്കാനിങ്ങിനും ടെസ്റ്റിനെല്ലാം നല്ല പൈസ ആകുന്നതാവുന്ന എൻ്റെ കയ്യിൽ എടുക്കാനില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത്, എൻ്റെ ഭർത്താവിനെ അടങ്ങാറാക്കുന്നേക്ക് ഒരിതില്ലേ, അങ്ങനെ ഫുള്ളും അങ്ങനെ. ഞാൻ എന്താക്കി ഞാൻ വിളിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തുതരാം, നീ CH സെന്ററിലേക്ക് പോ, നീ എന്താക്കി ഉമ്മാനെ OP ചെയ്ത് ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ നീ എന്താക്കി ഇമീഡിയറ്റ്ലി റിപ്പോർട്ട് കാര്യങ്ങൾ കൊണ്ട് നീ CH സെന്ററിൽ പോ, ആംബുലൻസ് പിടിച്ച് പോകാൻ. അപ്പൊ ഇവിടെ ഒറ്റക്കാണ്, എന്താ ചെയ്യേണ്ടത് ഒന്നും തിരിയുന്നില്ല പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ വരാം ഉമ്മാനെ കാണിക്കാൻ വേണ്ടിയിട്ട്, നീ എപ്പോൾ പോവാന്ന് പറ, ഉമ്മാന്റെ സിറ്റുവേഷൻ നോക്ക്, ഇപ്പൊ OP ചെയ്യുന്നില്ലല്ലോ, അപ്പൊ സിറ്റുവേഷൻ നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞിട്ടാക്കി CH സെന്ററിൽ ഓക്കെ ആക്കി വെച്ച്. അപ്പോൾ തീർച്ചയായിട്ടും അഫ്നാസ് പറഞ്ഞ നിങ്ങൾ കേട്ട് കാണും. എന്നെ കഴിവിൻ്റെ പരമാവധി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് തലശ്ശേരി ക്യാൻസർ സെൻ്ററിലെ ആൾക്കാരെ ബന്ധപ്പെടുന്നു. CH സെൻ്ററുമായി ബന്ധപ്പെട്ട് ലീഗുമാരും ബന്ധപ്പെട്ട് അതിനുള്ള ആവശ്യമായ എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ പരിപാടികളും ഞാൻ ചെയ്തു തരാമെന്ന് അഫ്നാസ് ആ സഹോദരിയെ അവിടെ പോയി കണ്ട് അവർക്ക് ഭക്ഷണം എല്ലാം വാങ്ങിക്കൊടുത്തതിന് ശേഷം അവരെ അറിയിക്കുകയാണ്. ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം നേരെ CH സെൻ്ററിലേക്ക് കൊണ്ടുപോകണമെന്നും അവിടെ അതിനുള്ള എല്ലാ സജ്ജീകരണവും ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നെല്ലാം ഈ അഫ്നാസ് അവരുടെ കൂട്ടുകാരിയെ അറിയിക്കുകയാണ്. അവർ അതൊക്കെ ഓക്കെ പറഞ്ഞിട്ട് ഏറ്റതിന് ശേഷം അഫ്നാസ് അവിടെ നിന്ന് വീട്ടിലേക്ക് പോവുകയാണ്. അതിനുശേഷം അവരെന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് കേൾക്കണ്ടേ? തീർച്ചയായിട്ടും അഫ്നാസ് തന്നെ പറയും, നമുക്കത് കേൾക്കാം. ഞാനിങ്ങനെ ഡെയിലി വരട്ടെ ചോദിക്കുമ്പോൾ ഇവിടെ ഓരോ എക്സ്ക്യൂസ് പറയും. ഉമ്മക്ക് സുഖമില്ല, ഹോസ്പിറ്റലായില്ലത്, ഞാൻ ഭർത്താവിൻ്റെ വീട്ടിലായില്ല, ഞാൻ ഇങ്ങനെയാണ്. അപ്പം ആ ഒരു ടൈം പീരീഡിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കും, ഇവളെ ഭർത്താവിൻ്റെ വീട്ടിൽ ഇത്രയും ദൂരമല്ലോ വീട്ടിൽ പോയി ഇരിക്കണം, ഉമ്മ അവിടെ ഒറ്റക്ക്, ഉമ്മക്ക് സുഖമില്ല, ഉമ്മ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്ന ഒരു വ്യക്തിയാണ്,
ഞാൻ ചിന്തിക്കും ഇവളെന്താ ഇങ്ങനെ. ഇപ്പൊ എന്റെ ഉമ്മക്ക് സുഖമില്ലെങ്കിൽ ഒരു നിമിഷം വരെ നമ്മൾ അവിടെ നിന്ന് എവിടെയും പോവില്ല. അപ്പൊ ഇത്രയും ദൂരം, ഭർത്താവിന്റെ വീട് ദൂരെയാണ്, പിന്നെ ഇവളെങ്ങനെ ഉമ്മാനെ ഒറ്റക്ക് വീട്ടിലാക്കിയിട്ട് പോകുന്നു. അപ്പൊ ഇവിടെ എന്നോട് പറഞ്ഞ അത് അയൽവാസികളുണ്ട്, അവര് നോക്കും. അപ്പൊ ഞാൻ പറഞ്ഞു സ്വന്തം മോള് നോക്കുന്ന പോലെ ഒരിക്കലും നോക്കൂലല്ലോ. അങ്ങനെ എനിക്കൊരു ദേഷ്യം വന്നിട്ട് ഞാൻ നന്നായിട്ട് റേസ് ചെയ്തു. ഞാൻ നന്നായിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു നീ എന്ത് കളിക്കുന്ന, സ്വന്തം ഉമ്മയല്ലേ, വേറെ ആരെങ്കിലും ആണോ, പട്ടിയും പൂച്ചയാ മറ്റേ നീ റൂമിൽ ഇങ്ങനെ ഇട്ടിട്ട് പൂട്ടിയിട്ട് പോകുന്ന. അങ്ങനെ കൂടുതൽ കലമ്പി. എനിക്ക് ഇങ്ങനത്തെ ഇഷ്ടമല്ല, എനിക്ക് ഇങ്ങനത്തെ സ്വഭാവം കാണുമ്പോൾ ഞാൻ കലമ്പും. എനിക്ക് ഇങ്ങനത്തെ കളി എനിക്ക് തീരെ ഇഷ്ടമല്ല. അത് ആരാവട്ടെ ഞാൻ കലമ്പും, ഞാൻ നന്നായിട്ട് റേസ് ചെയ്യും. അത് ഞാൻ കലമ്പി അപ്പൊ എന്നോട് കാരണം അപ്പൊ എന്നോട് പറഞ്ഞിട്ട് അങ്ങനെ അല്ലാതെ ഇങ്ങനെ അല്ലാതെ മറ്റേ. ഞാൻ പറഞ്ഞ എനിക്കൊന്നും കേൾക്കണ്ട, കാരണം ഒന്നും കേൾക്കാൻ എക്സ്ക്യൂസ് ഇല്ല ഇതില്. സ്വന്തം ഉമ്മയാണ് അവിടെ ഓപ്പറേഷൻ ചെയ്തിട്ട് അവിടെ നിലവിളിക്കുന്നത്, വേദന കൊണ്ട്. എന്നിട്ട് നീ ഇങ്ങനെ തിണ്ട് നടക്കാണോ എന്ന് ചോദിച്ചു. ആണോ. അപ്പൊ അങ്ങനെയാണ് ഇങ്ങനെയാണ് പൈസ അറേഞ്ച് ചെയ്യാനാണ്. എനിക്ക് ഉമ്മക്ക് ഒരു ഫ്രൂട്ട്സ് വരെ വാങ്ങിക്കൊടുക്കാൻ പൈസ ഇല്ല, ഉമ്മ ഒന്നും തിന്നുന്നില്ല. അങ്ങനെ എങ്ങനെയാണ് ഉമ്മക്ക് ജ്യൂസ് മാത്രമേ കുടിക്കാൻ പറ്റൂ, ജ്യൂസ് വരെ വാങ്ങാനുള്ള പൈസ ഇല്ല എന്നെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്നോട് ചോദിച്ചാൽ പോരെ, ഞാൻ തരൂലേ. ഒരു ജ്യൂസ് വാങ്ങാൻ വേണ്ടിട്ട് എന്റെ 10 ലക്ഷം മറ്റേ വേണം, എനിക്കില്ല പൈസ ഞാൻ കൊടുക്കൂലേ. അപ്പൊ ഇവിടെ ഫുൾ എക്സ്ക്യൂസ്. നാടക നടി എന്ന് പറഞ്ഞാൽ നാടക നടി. അപ്പോൾ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം ഈ ഉമ്മയെ അവർ CH സെൻ്ററിലേക്ക് ഒന്നും കൊണ്ടുപോയില്ല എന്നുള്ളതാണ് വളരെ സങ്കടകരമായ ഒരു കാര്യം. അവർ നേരെ അവിടെ വെച്ച് കൊണ്ടുപോയത് അവരുടെ വീട്ടിലേക്കാണ്. കാരണം വീട്ടിലേക്ക് കൊണ്ടുപോയാൽ കുറച്ചുകൂടി സുഖകരമായിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. അവിടെ കൊണ്ടുപോയതിന് ശേഷം ആ ഉമ്മനെ അവൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് സങ്കടം. അതിനുശേഷം അഫ്നാസ് എനിക്ക് ആ ഉമ്മയെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീയുമായിട്ട് ബന്ധപ്പെടുകയാണ്. പക്ഷേ അതിൽ നിന്നെല്ലാം അവർ തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറുകയാണ്. അവർ പറയുകയാണ് ഞാൻ പുറത്താണ്, എനിക്കിപ്പോൾ പറ്റില്ല എന്നും. ഉമ്മ അങ്ങനെ കാണിക്കാനും വിസിറ്റേഴ്സിനെ കാണിക്കാനും പറ്റിയ ഒരു കോലത്തിലല്ല, അത്രയ്ക്കും മോശമായ രീതിയിലാണ്, ഡ്രസ്സ് മാറ്റാനും മറ്റും പറ്റുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നു. അതിനുശേഷം പറയുന്നു ഞാൻ ഭർത്താവിൻ്റെ വീട്ടിലാണ് ഉള്ളത്, ഒരുപാട് ദൂരത്താണ്, അതുകൊണ്ട് എനിക്ക് അവിടെ വന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇപ്പോൾ പറ്റുകയില്ല എന്നെല്ലാം പറഞ്ഞതിന് ശേഷം ഈ അഫ്നാസ് ചൂടാവുകയാണ്. കാരണം സ്വന്തം ഉമ്മയെ നോക്കാതെ മറ്റുള്ളവർ നോക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വീടിൻ്റെ അകത്ത് പൂട്ടിയിട്ടതിന് ശേഷം ഈ സ്ത്രീ അവിടെ നിന്ന് പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഉമ്മയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമാണ്. ശരിക്കും പറഞ്ഞാൽ അഭിനയിക്കുകയാണ്, നാടക നടിയാണ് എന്നാണ് ഈ അഫ്നാസ് എന്ന് പറയുന്ന സഹോദരി നമ്മോട് പറഞ്ഞു തരുന്നത്. കാരണം ഇവർ ആ ഉമ്മയെ തിരിഞ്ഞു നോക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഭക്ഷണമോ അതുപോലെ തന്നെ വസ്ത്രം മാറ്റി കൊടുക്കുകയോ ശരിക്കും ഒന്നും തന്നെ ചെയ്യാതെ ആ ഉമ്മയെ അവിടെ തിരിഞ്ഞു നോക്കാതെ അവിടെ ഇട്ടതിന് ശേഷം അവർ സർക്കീറ്റ് അടിച്ച് നടക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് സത്യം. അതിനുശേഷം നടന്ന കാര്യം തീർച്ചയായിട്ടും നമുക്ക് അതുകൂടി കേൾക്കാം. എന്നെ വിളിച്ചു പറഞ്ഞു, എടാ ഉമ്മ മരണപ്പെട്ടു എന്ന് തോന്നുന്നു, എനിക്കൊന്നും ചെയ്യാൻ തിരിയുന്നില്ല, ഞാൻ ആരെ വിളിക്കണോ തിരിയുന്നില്ല, നീ ഒന്ന് ഇങ്ങോട്ട് വരവോ ചോദിച്ചു. അപ്പം അന്നത്തെ ദിവസമാണ് നമ്മൾ ഉമ്മാനെ കൊണ്ടിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ നിന്ന് ദിവസം. അപ്പോൾ എനിക്ക് രാവിലെ തന്നെ കേട്ടപ്പോൾ എനിക്ക് എന്തോലെ പോയി. കാരണം അല്ല ഇങ്ങനെ എന്താണെന്നല്ല ഇങ്ങനെ ആക്കി കൊടുത്തേ, അല്ല ഉമ്മാനെ രക്ഷപ്പെടുത്തി കൊടുത്തുകൂടായിരുന്നു ഇങ്ങനെ ചിന്തിച്ച്. അങ്ങനെ ഞാൻ എന്താക്കി ഇട്ട ഡ്രസ്സോട് രാവിലെ ഓടിപ്പോയി നോക്കിയപ്പം എന്താ അറിയില്ല ആ വീട്ടിനെ കുറിച്ച് എന്താ പറയണ്ടേന്നുള്ളത്. ആ ഉമ്മാന്റെ അവസ്ഥയില്ലേ, ഈ ദുനിയാവിൽ ഒരു ഉമ്മാക്കോ അങ്ങനത്തെ അവസ്ഥ കൊടുക്കരുത്. സത്യം കണ്ട കരഞ്ഞു പോകുന്ന അവസ്ഥ എന്ന് വെച്ചാല് ആ ഉമ്മാനെ ഓപ്പറേഷൻ ചെയ്തല്ലോ. ഓപ്പറേഷൻ ചെയ്തിട്ട് ബോഡി പാർട്സിൽ ഇങ്ങനെ ഉമ്മ കടന്നപ്പോ ഇങ്ങനെ മുഴുവനും ഇങ്ങനെ തൂങ്ങി നിന്നിട്ട് ഫുള്ള് ഇങ്ങനെ വീണ് കിടക്കുന്നു. ഉള്ളിലെ ഈ കുടൽമൂല പോലത്തെ സാധനങ്ങളും എന്തൊക്കെയോ സാധനങ്ങൾ ഇങ്ങനെ വീണ് കിടക്കുന്ന ഉമ്മ ഇങ്ങനെ അങ്ങനെയോ എന്തോ പോലെ പോയി. അപ്പൊ ആൾക്കാർ വന്ന് നോക്കുന്നത്. അപ്പം ഇതാണെങ്കിൽ ഈ ദുനിയാവിൽ ഒരാൾക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ കൊടുക്കരുത് അമീൻ. കാരണം അങ്ങനത്തെ അവസ്ഥയിലാണ് ഉണ്ടാവും. ശരീരം ഫുള്ളും ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്തിട്ട് വീണ് കിടക്കുന്നത്. അതുപോലെ തന്നെ സ്മെല്ലുമായിട്ട് ഈ മോള് ഞാൻ ചോദിക്കുമ്പോൾ എല്ലാം മാപ്പിളുടെ അടുത്ത് പുറത്ത് അങ്ങനെ ഇങ്ങനെ പറയുന്നില്ല. ഇവളെ ഉമ്മാനെ തിരിഞ്ഞു നോക്കലില്ല. അത് കണ്ടാൽ മനസ്സിലാവും, ആ വീട് കണ്ടാൽ മനസ്സിലാവും ആ വീട്ടിൽ എത്ര ദിവസമായി ഒരു ഭക്ഷണം ഉണ്ടാക്കിയിട്ടുള്ളത്. ഉമ്മ കിടത്തത്തിലായത് 3 മാസം മുന്നേ. ആ 3 മാസം മുന്നിലെ പാത്രം വരെ അവിടെ കൈകാണ്ട് വെച്ചിട്ട് അതിൽ വരെ പുഴുവായിട്ട് ഇങ്ങനെ നെളിയുന്നു. അപ്പൊ ഞാൻ അവിടെ അടുക്കളയിൽ പോയപ്പോ തല പെരുകുന്നുണ്ടേ. കാരണം ഉമ്മാന്റെ ഇത് കണ്ടിട്ടും, മരണ വീട്ടിലാണ് ഞാൻ പോയത്, ഉമ്മാന്റെ ഇത് കണ്ടിട്ടും അതുപോലെ തന്നെ ബാത്റൂമിൽ ഫുള്ളും ഇങ്ങനെ ബ്ലഡ് ആയതും അതിൻ്റെ എല്ലാം തുണി വെച്ച് പൂട്ടിയിട്ട് ആ ഗുമ്മിലുള്ള സ്മെല്ലും, അടുക്കളയിലാണെങ്കിൽ ഫുള്ള് പുഴുവും ഫുള്ള് വണ്ണാമ്പലിയും, അങ്ങനെ 3-4 മാസത്തെ സാധനം ഇങ്ങനെ പെൻഡിങ് ആയിട്ട് ഇങ്ങനെ. സത്യം ഒരു മാക്കും ഇങ്ങനത്തെ ഗതി വരരുത്. സീരിയസ്ലി ഒരു മോക്ക് ജന്മം കൊടുത്തിനെങ്കിൽ ഇങ്ങനത്തെ മോളെ ആർക്കും ജന്മം ഉണ്ടാവരുത്. ഇങ്ങനത്തെ മക്കൾ ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പോൾ വീടുണ്ടായിട്ട് ആ ഉമ്മ ഇത്രയും കാലം കടന്നുറങ്ങിയ വീടുണ്ടായിട്ട് ആ വീട്ടിൽ നിന്ന് പോലും അല്ല കുളിപ്പിച്ചത്, ബംഗ്ലാവും അല്ല വീടുണ്ടായിട്ട് ആ വീട്ടിൽ നിന്നല്ല കുളിപ്പിച്ചത്.
വേറെ പള്ളി മുഖേനയായിരുന്നു കുളിപ്പിച്ചത്. സോ അങ്ങനെയാണ് ആ വീട്ടിന്റെ അവസ്ഥ. ഉമ്മാനെ തിരിഞ്ഞു നോക്കാണ്ട് ആ രീതിയിലായിരുന്നു വീടുണ്ടായത്. അപ്പോൾ പിന്നെ വരുന്നത് ഒരു ഫോൺ കോളാണ്. ഉമ്മ മരണപ്പെട്ടു, എനിക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ അഫ്നാസിനെ ഈ സഹോദരി വിളിക്കുകയാണ്. എന്നാൽ ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അഫ്നാസ് അങ്ങോട്ട് പോകുമ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് വിവരിക്കാൻ വേണ്ടി പറ്റുകയില്ല. ആ ഉമ്മയെ ശുശ്രൂഷിക്കാതെ, ആ ഉമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കാതെ, അത്രയ്ക്കും മോശകരമായ രീതിയിൽ ശരീരത്തിലെ ഡ്രസ്സുകളും പോലുമില്ലാതെ അലിഞ്ഞ അവസ്ഥയിലായിരുന്നു എന്നാണ് പറയുന്നത്. നമുക്കറിയാൻ വേണ്ടി സാധിക്കും, ഒരുപാട് വയസ്സായ ആൾക്കാർക്കൊക്കെ ചില മുറിവുകളെല്ലാം പറ്റിക്കഴിഞ്ഞാൽ അത് ജീർണതയിലേക്ക് പോവുകയും അവിടെ നിന്ന് സ്മെല്ല് വരികയും എല്ലാം ചെയ്യും. അതൊക്കെ വളരെ വൃത്തിയിൽ നമ്മൾ സൂക്ഷിച്ചാൽ മാത്രമേ അതൊരു നല്ല രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുകയുള്ളൂ. പക്ഷേ ആ ഉമ്മയ്ക്ക് നിർഭാഗ്യവശാൽ ഈ മകളുടെ കയ്യിൽ നിന്ന് അതിനൊന്നുമുള്ള ഭാഗ്യമുണ്ടായില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 3 മാസം മുമ്പേ എല്ലാം ഭക്ഷണം കഴിച്ചു വെച്ച പാത്രങ്ങൾ പോലും കഴുകാതെ അത്രയ്ക്കും വൃത്തിഹീനമായ രീതിയിൽ ആ വീടിൻ്റെ ഓരോ മുക്കും മൂലയും ദുർഗന്ധങ്ങൾ വമിക്കുന്ന രീതിയിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നാണ് നമ്മുടെ അഫ്നാസ് തന്നെ പറയുന്നത്. അത്രയ്ക്കും മോശമായ ഒരു അവസ്ഥ അവർക്ക് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല. അവർ പറയുകയാണ്, എങ്ങനെയാണ് ഈ വീട്ടിൽ ഉമ്മ ഇത്രയും ദിവസം നിന്നത് എന്ന് പോലും ആലോചിച്ചിട്ട് ആ മനസ്സ് തേങ്ങുകയാണ്. അപ്പോൾ എന്തായിരിക്കും ആ സ്ത്രീയുടെ ഒരു അവസ്ഥ അവിടെ ഉണ്ടായിരുന്നത് എന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. എത്ര പൈസ ഉണ്ടായിട്ടും കാര്യമില്ല, എത്ര ധനമുണ്ടായിട്ടും നമുക്ക് കാര്യമില്ല, നല്ല ഒരു മക്കൾ നമുക്ക് ജീവിതത്തിലില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇത് തന്നെയായിരിക്കും അവസാനത്തിലുള്ള ഒരവസ്ഥ എന്ന് പറയുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, ഏതൊരു നാട്ടിലായാലും തീർച്ചയായിട്ടും അയൽവാസികളൊക്കെ വന്നിട്ട് തീർച്ചയായിട്ടും ഈ സുഖമില്ലാത്ത ആൾക്കാരൊക്കെ കാണുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അവരാരും ഇത്തരത്തിൽപ്പെട്ട ഒരു കാഴ്ച കാണുകയോ അല്ലെങ്കിൽ ഇത്തരത്തിൽപ്പെട്ട ആൾക്കാരെ ശുശ്രൂഷിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ പാലിറ്റീവ് സൊസൈറ്റികൾ ഒരുപാട് സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. അവരെ ഒന്ന് അറിയിക്കാനോ തീർച്ചയായിട്ടും അവിടെ ഒന്ന് എത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഈ സ്ത്രീയെ ഒന്ന് സംരക്ഷിക്കാൻ ഒന്നും തന്നെ ആ നാട്ടുകാർ ചെയ്യാതിരുന്നത് വളരെ മോശമായി പോയി. അതുപോലെ തന്നെ അവിടുത്തെ മഹല്ല് കമ്മിറ്റിയും അതുമായി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ തീർച്ചയായിട്ടും വളരെ മോശം ഒരു അവസ്ഥയിലൂടെ കഴിഞ്ഞു പോയി എന്ന് പറയുമ്പോൾ ഒരുപാട് വിമർശനങ്ങൾക്ക് തീർച്ചയായിട്ടും അവരൊക്കെ അർഹിക്കുന്നുണ്ട്. കാരണം അത്തരത്തിൽപ്പെട്ട ഒരു അവസ്ഥയിലൂടെ നമ്മൾ ഒരു ജീവിതവും ഇനി കഴിഞ്ഞു പോകാൻ വേണ്ടി പാടില്ല. ഇനി അവസാനം അവർ പറയുന്ന കാര്യങ്ങൾ കൂടി നമുക്ക് കേൾക്കാം. കാരണം നമ്മൾ തുറക്കുമ്പോഴാണ് ബാത്റൂമിൽ ഇങ്ങനെ സ്മെല്ലടിച്ചിട്ട് ഇങ്ങനെ വരുന്നത്. അപ്പം ആ റൂമിൽ ഞാനായിരുന്നു ഉണ്ടായി. അപ്പൊ എന്ത് ചെയ്യണോ തിരിയില്ല. ഈ ആണുങ്ങന്മാരെല്ലാം വന്ന് നോക്കുന്നത്. അപ്പൊ ഉമ്മാന്റെ മേത്ത് ഇങ്ങനെ തുണി ഇല്ലാത്ത രീതിയിൽ അപ്പൊ ഞാൻ ഉണ്ടാക്കി അതിൽ തുണി എടുത്ത് ഇങ്ങനെ പൊതച്ചു, ബെഡ്ഷീറ്റ് എടുത്ത് പൊളിച്ചു. പക്ഷെ എന്നിട്ടോ അങ്ങനെ വെക്കാൻ പറ്റൂലല്ലോ, ആൾക്കാർ ആണുങ്ങന്മാരെല്ലാം എടുത്ത് കൊണ്ടുപോവാ. എന്നിട്ട് ഞാനും വേറെ അന്യ മതസ്ഥല്ലേ, ഇത് പറയാൻ കാരണം വെച്ചാൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും ആയിട്ടുള്ള ആൾക്കാർ, അതുപോലെ തന്നെ ഞാനുമാണ് റൂമിൽ നിന്ന് ഉമ്മാന്റെ കാലും അതുപോലെ തന്നെ ഉമ്മാന്റെ മുഖമൊക്കെ വെള്ള തുണിയിട്ടിട്ട് കെട്ടിക്കൊടുത്തത്. ഇത് ഞാൻ പറയാൻ കാരണം വെച്ചാൽ അന്യ മതത്തിലുള്ള ആൾക്കാർക്ക് വരെ ഉമ്മാനെ കണ്ടപ്പോൾ സങ്കടമായിട്ടാണ് ഇതൊക്കെ ചെയ്തത്. സ്വന്തം മോൾ അപ്പുറത്തുനിന്ന് ഇരുന്ന് കരയുന്നത്. എന്തിനാ അവള് കരയുന്നത്? ആരെ കൊണ്ടിട്ട് കരയുന്നത്? ആരും മുന്നിൽ ആക്ട് ചെയ്യുന്നത്? ജീവിതം അഭിനയിക്കാം, നമുക്ക് എന്തോ അഭിനയിക്കാം. പക്ഷെ ഒരു ഉമ്മാനെ കൊന്നിട്ടായിരിക്കരുത് നമ്മൾ അഭിനയിക്കേണ്ടത്. അന്ന് സത്യം പറഞ്ഞ സ്വന്തം മോൾ ഉണ്ടായിട്ട് ഞാൻ അത് ചെയ്തപ്പോൾ മോൾക്കായിരുന്നില്ല അർഹത ഉണ്ടായത്. ഞാൻ അന്ന് മനസ്സിലാക്കി ആ മോൾക്ക് ആ ഉമ്മാനെ തൊടാനോ ഉമ്മാനെ ഒരു തുണിയൊന്നും മാറ്റി കൊടുക്കാനോ അർഹതയില്ല. മരണപ്പെട്ടതിന് ശേഷം ഉമ്മ തുണി എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി പിരിച്ചിട്ട് കാര്യമില്ല. അന്ന് ഞാനായിരുന്നു ആ ഉമ്മക്ക് ചെയ്ത കാര്യം ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ പറയുകയാണ്, ആ ഉമ്മാനെ ഒരു ഉമ്മാനെ പോലും വിളിക്കാൻ നമുക്ക് അർഹതയില്ല. മരണപ്പെട്ടതിന് ശേഷം അവൾ കണ്ടിന്യൂസ് ആയിട്ട് ഉമ്മാന്റെ ഓളും ഉമ്മയായിട്ടുള്ള സ്റ്റോറീസും സ്റ്റാറ്റസ് എല്ലാം വായിച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തിനാ ആരെ ബോധ്യപ്പെടുത്താനാ, ആരെ കാണിക്കാനാ? സത്യം എനിക്ക് അത്രയോ സങ്കടം ഉണ്ടായ ഒരു കേസായിരുന്നു ഇത്. ഞാൻ എന്റെ ദുനിയാവിൽ ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം ഞാൻ കാണുമെന്നോ ഇങ്ങനത്തെ ഒരു കാര്യം ഫേസ് ചെയ്യേണ്ട പേരൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. ആ ഉമ്മാന്റെ അവസ്ഥ അങ്ങനെയായിരുന്നു ഉണ്ടായത്. നമുക്ക് ആർക്കും അതൊക്കെ പറയുന്നത് ഇത്രയാണുണ്ട്. പക്ഷെ ഞാൻ അതൊന്ന് കണ്ട് മനസ്സിലാക്കിയത് വേറെ എന്തൊക്കെയാണ്. ഇതൊന്നല്ല, ഇങ്ങനെല്ലാം മോൾ ദുനിയാവിൽ ഉണ്ടാവരുത്, ഒരു ഉമ്മാക്ക് ജന്മം ഉണ്ടാവരുത് ഇങ്ങനത്തെ. കാരണം അവർക്ക് അന്ന് ഉമ്മാനെ നോക്കാൻ പറ്റിയില്ലാന്നുണ്ടെങ്കിൽ സ്വാതന്ത്ര്യ കേന്ദ്രത്തിലേക്കിലാക്കിയാൽ മതി. ആ ഉമ്മ എങ്ങനെയെങ്കിലും നരകിച്ചിട്ടായാലും ജീവിക്കും. പക്ഷെ നരകിച്ച് കൊല്ലാൻ എങ്ങനെ തോന്നി നമുക്ക് മനസ്സിലായിട്ടില്ല. ഉമ്മയല്ലേ അങ്ങനെ മരണപ്പെടേണ്ട വന്നല്ലോ. ഒരു മോളുണ്ടായിട്ട് സ്വത്തും പണവും എല്ലാം ഉണ്ടായിട്ട് ആരും തിരിഞ്ഞു നോക്കാത്ത ഒരു അങ്ങനത്തെ മരണം സംഭവിച്ചല്ലോ എന്നുള്ളത്. ഒരാൾക്കും അങ്ങനെ ഒരു മരണം ഇല്ലാണ്ടാവട്ടെ. മീൻ കാരണം അങ്ങനെ ഏനും ഉണ്ടായി. നമുക്ക് സ്വത്ത് പണം എല്ലാം മൂടി വെച്ചിട്ട് എല്ലാം കയ്യിൽ വെച്ചിട്ട് അവളെന്തിനാ ജീവിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ല. സ്വത്തും പണമെല്ലാം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ ഉമ്മ ഉപ്പ രക്തബന്ധങ്ങളൊന്നും ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റൂല. അത് ഇല്ലാണ്ടാക്കിയിട്ട് അവൾ ഈ സ്വത്തും പണമെല്ലാം പിടിച്ച് നിന്നോട്ടെ, ജീവിക്കട്ടെ, എത്ര കാലം പോകുമ്പോൾ നമുക്കും കാണാല. നല്ലതാവട്ടെ. പക്ഷെ ഉമ്മാന്റെ കണ്ണീരുണ്ടാവില്ലേ, സ്വന്തം ഉമ്മാന്റെ ആ റൂമിൽ നിന്ന് ആ ബെഡിൽ നിന്ന് ഉരുകി മരിക്കുന്ന ഒരു കണ്ണീരുണ്ടാവില്ലേ, അതൊന്നും ഒരാൾക്കും കഴിച്ചാലാവാൻ പറ്റൂല എനിക്കൊന്നും. കാരണം അവള് പറഞ്ഞൊന്നല്ല അവിടെ ഞാൻ കണ്ടത്. ആ ഉമ്മനെ കൊല്ലാണ്ട് കൊല്ലൂലേ, അങ്ങനെ കൊന്ന പോലെ എനിക്ക് ഫീൽ ചെയ്ത്. കാരണം അങ്ങനെ എനിക്ക് എങ്ങനെ കൊല്ലാൻ പറ്റും, അങ്ങനെയാണ് ആ മോള് ആ ഉമ്മയെ കൊന്നത്.
ഉമ്മനെ കബർ വിശാലാക്കി കൊടുക്കത്താമേ. അവളെന്നോട് ഫ്രൂട്ട്സ് വാങ്ങാൻ പൈസ ഇല്ല, ഉമ്മനെ കാണിക്കാൻ പൈസ ഇല്ല, ഒരു വെള്ളം വാങ്ങിക്കൊടുക്കാൻ പൈസ ഇല്ല. മരണപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. അതുപോലും മറ്റ് മതത്തിൽപ്പെട്ട ആൾക്കാർ കൂട്ടിയിട്ടാണ് ഈ അഫ്നാസ് എന്ന് പറയുന്ന സഹോദരി ചെയ്തു കൊടുത്തത് എന്ന് പറയുകയാണ്. അത്രയ്ക്കും വലിയ ഒരവസ്ഥയിലായിരുന്നു അവർ എന്ന് പറയുകയാണ്. ബാത്റൂം ഒന്നും തുറന്നു നോക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥ, അത്രയ്ക്കും ദുർഗന്ധം വമിക്കുന്ന അവസ്ഥ, രക്തവും മറ്റും തുണിപ്പാടുകളും എല്ലാം തന്നെ അവിടെ എറിഞ്ഞിട്ടേച്ചതാണ്. ഒന്നും തന്നെ ആ സഹോദരി വൃത്തിയാക്കിയിരുന്നില്ല എന്നാണ് പറയുന്നത്. ആ കുട്ടിയുടെ ഒരു സ്വഭാവം തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ ശരീരവും മൃഗത്തിൻ്റെ സ്വഭാവമുള്ള ഒരു മകളെയാണ് ആ ഉമ്മാക്ക് കിട്ടിയത്. തീർച്ചയായിട്ടും ഇത്തരത്തിൽപ്പെട്ട മക്കളുണ്ടായിട്ട് യാതൊരു കാര്യവുമില്ല. അത് അഫ്നാസ് പറയുന്നത് വളരെ സത്യമാണ്. നാടക നടിയൊന്നുമല്ല. തീർച്ചയായിട്ടും ആ സ്ത്രീയൊക്കെ ഇനി ദുനിയാവിൽ എവിടെ കൊണ്ടുവച്ചിട്ടാണാവോ ആ ഒരു പാവം തീർക്കുക എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അത്രയ്ക്കും കഷ്ടപ്പെടുത്തിക്കൊണ്ട് ആ ഉമ്മയെ പട്ടിണിക്കിട്ട് കൊന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അത്തരത്തിലുള്ള അവസ്ഥയും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ആ കുട്ടിയെ മാത്രം നമ്മൾ കുറ്റം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞതുപോലെ അവരുടെ അയൽവാസികളും അതുപോലെ തന്നെ അവിടുത്തെ മഹല്ല് കമ്മിറ്റിയും അതുപോലെ തന്നെ അവരുടെ നാട്ടുകാരും എല്ലാം ഇതിൽ തുല്യ ഉത്തരവാദിത്തമുള്ള ആൾക്കാരാണ്. കാരണം ഇത്തരത്തിലൊരു സ്ത്രീ തീർച്ചയായിട്ടും 2-3 മാസങ്ങൾ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ആ വീട്ടിൽ കിടന്നിട്ട് പോലും അത്തരം ഒരു വിവരങ്ങൾ പുറത്തേക്ക് പോയില്ല, ആരും അറിഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും എന്തോ ഒരു അസ്വാഭാവികമായ നടപടി അവിടെ ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടിയെത്തി. തീർച്ചയായിട്ടും എന്താണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തോന്നുന്നത്? തീർച്ചയായിട്ടും നിങ്ങൾ അത് കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.